സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, ഏവർക്കും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള 4 ക്ലാസ്സുകൾ, ഇത് 5ാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള 4 ക്ലാസ്സുകൾ വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അത് ഓർമ്മയിലിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രധാനമായും പഠിച്ചത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ്. എങ്ങനെയാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത്, എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്, അവിടെ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് അവസാനിപ്പിച്ചത്. നമുക്കിനിയും പഠിക്കാനുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ തന്നെ നമ്മൾക്ക് എങ്ങനെ ഷോർട്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം? ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ ഓഫ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ എങ്ങനെയാണ് ഷോർട്ട് ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് അടുത്തതായി പഠിക്കേണ്ടത്. അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 18ാം ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ഉണ്ട്, 18th ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് നോബിൾ ഗ്യാസ് എന്നാണ്. ബോർഡിലുണ്ട് നോബിൾ ഗ്യാസ്. പ്രധാനപ്പെട്ട നോബിൾ ഗ്യാസുകൾ എന്ന് പറയുന്നത് ബോർഡിൽ അതിൻ്റെ സിംബലുകളും അറ്റോമിക് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ ആൻഡ് ഓർഗനേസൺ. അതിൻ്റെ ഓരോന്നിൻ്റെയും അറ്റോമിക് നമ്പറുകൾ ലെഫ്റ്റ് സൈഡിലായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്തിനാണ് നോബിൾ ഗ്യാസിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഈ എലമെന്റുകളുടെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എഴുതുന്നതിന് നോബിൾ ഗ്യാസുകൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് നോബിൾ ഗ്യാസ് എന്താണെന്നും 18th ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്നും. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ട് അതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായി മനസ്സിലാവും. ഒരു എക്സാമ്പിളായി നമുക്ക് ഒരു എലമെന്റ് എടുത്തിട്ട് ആ എലമെന്റിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, സോഡിയം. സോഡിയത്തിന്റെ സിമ്പല് Na എന്നാണ്. അറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാം എഴുതാൻ അറിയാം. നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6, നോക്കൂ 6, 8, 10. ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ട്, അത് 3s1. ഇങ്ങനെയാണ് എഴുതുന്നത്. 1s2, 2s2, 2p6, 3s1. ഈ സോഡിയം എന്ന് പറയുന്ന എലമെന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് ഷോർട്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഏറ്റവും തൊട്ട് മുന്നേ വരുന്ന, ആ എലമെന്റിന് തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണെന്ന് ചിന്തിക്കുക. തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണെന്ന് ചിന്തിക്കുക. പ്രൊസീഡിങ് നോബിൾ ഗ്യാസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ ഏത് എലമെന്റിന്റെ ആണോ ഷോർട്ട് ഫോം എഴുതേണ്ടത്, ആ എലമെന്റിന് തൊട്ട് മുന്നിൽ വരുന്ന, ആ എലമെന്റിന് തൊട്ട് മുന്നേ വരുന്ന പ്രൊസീഡിങ് ആയിട്ടുള്ള നോബിൾ ഗ്യാസ് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. ഈ നോബിൾ ഗ്യാസ് കഴിഞ്ഞായിരിക്കും നമ്മുടെ എലമെന്റ് വരുന്നത്. അതായത് അതിന് തൊട്ട് മുന്നിൽ വരുന്ന, അതിന് തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ അത് അറിയാനായിട്ട് എളുപ്പമുണ്ട്. നമ്മൾ അതിനാണ് ആദ്യമേ തന്നെ നോബിൾ ഗ്യാസിനെ പരിചയപ്പെടുത്തിയത്. ഇവിടെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണെങ്കിൽ അതിന് തൊട്ട് മുന്നിൽ വരുന്ന നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 10 ഉള്ള നിയോൺ ആയിരിക്കും. സ്വാഭാവികമായും അങ്ങനെ ആയിരിക്കുമല്ലോ. അതിന് തൊട്ട് മുന്നിൽ വരുന്ന സോഡിയം എന്ന് പറയുന്ന എലമെന്റിന് തൊട്ട് മുന്നേ വരുന്ന
നോബിൾ ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോൺ ആയിരിക്കും. അപ്പം നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം ഓരോന്നും. ഇപ്പൊ അറ്റോമിക് നമ്പർ 13, 14, 15, 16, 17 ഇവരെ 17, 16, 15 ഒക്കെ ആണെങ്കിൽ ആ എലമെന്റിന്റെ ഒക്കെ പ്രസീഡിങ് നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നിയോൺ ആയിരിക്കും. എന്നാൽ അറ്റോമിക് നമ്പർ 18 കഴിഞ്ഞ്, ആർഗൺ ഒരു നോബിൾ ഗ്യാസ് ആണ്, അറ്റോമിക് നമ്പർ 18 കഴിഞ്ഞ് 19, 20, 21, 22 എന്ന് വരികയാണെങ്കിൽ അതിന്റെ പ്രസീഡിങ് നോബിൾ ഗ്യാസ് ആരായിരിക്കും? ആർഗൺ ആയിരിക്കും. അറ്റോമിക് നമ്പർ 19 പൊട്ടാസ്യം, അറ്റോമിക് നമ്പർ 20 കാൽസ്യം. ഇതിന്റെയൊക്കെ പ്രസീഡിങ് നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? ആർഗൺ ആയിരിക്കും. അപ്പൊ നമുക്ക് നോബിൾ ഗ്യാസിനെയും അതിന്റെ അറ്റോമിക് നമ്പറിനെയും കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണം. എന്തെഴുതാൻ വേണ്ടിയിട്ട്? ഷോർട്ട് ഫോം എഴുതാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇവിടെ എഴുതേണ്ടത് സോഡിയത്തിന്റെ ആണ്. സോഡിയത്തിന്റെ പ്രസീഡിങ് നോബിൾ ഗ്യാസ് നിയോൺ ആണ്. നിയോണിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 ആണ്. നമുക്ക് നിയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാം. 1s2, 2s2, 2p6. നോക്ക്, 6, 8, 10. നോക്കിയേ, സോഡിയത്തിന്റെ ഇവിടെ വരെയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അത് നിയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് തുല്യമാണ്. ആണല്ലോ. സോഡിയത്തിന്റെ ഇവിടെ വരെയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസ് ആയിട്ടുള്ള സോഡിയത്തിന്റെ പ്രസീഡിങ് നോബിൾ ഗ്യാസ് ആയിട്ടുള്ള നിയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ സോഡിയത്തിന്റെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ സൂചിപ്പിക്കാൻ നമുക്ക് എന്തെടുക്കാം? നിയോൺ എടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ നിയോണിനെ കാണിക്കണം. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ആരെ കാണിക്കുന്നു? നിയോണിനെ കാണിക്കുന്നു. ബാക്കിയുള്ളത് എന്താണ്? 3s1. ഇതാണ് സോഡിയത്തിന്റെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ ഇതാണ്. നോക്ക്, സ്ക്വയർ ബ്രാക്കറ്റ് നിയോൺ 3s1. അതായത് ഇവിടെ വരെ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇവിടെ വരെയുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രസീഡിങ് നോബിൾ ഗ്യാസ് ആയ നിയോണിന് ഈക്വൽ ആണ്. അപ്പൊ അവിടെ വരെയുള്ള റെപ്രസെന്റേഷൻ എന്ന നിലയിലാണ് നമ്മൾ നിയോണിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. ബാക്കി 3s1 എഴുതിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. എലമെന്റുകളെ ഷോർട്ട് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്കൊരു ഉദാഹരണം കൂടി നോക്കാം. അതിനായിട്ട് നമുക്ക് അയണിനെ എടുക്കാം. അയൺ എന്ന് പറയുന്ന എലമെന്റിന്റെ സിമ്പല് Fe ആണ്. Fe. ഫെറം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആ സിമ്പൽ കിട്ടിയിരിക്കുന്നത്. Fe എന്നാണ്. Fe. അയണിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. അയണിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. ഓക്കെ, നമുക്ക് അയണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 4s2, 3d6, 4s2, 3d6. നോക്കിയേ, 1s2, 2s2, 2p6, 3s2, 3p കഴിഞ്ഞ് എന്തുകൊണ്ടാ 4sൽ കൊടുത്തത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത്. അതനുസരിച്ചാണ് 3p കഴിഞ്ഞ് നമ്മൾ എവിടെ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തിരിക്കുന്നത്? 4sൽ. 4s കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? 3dയിൽ. ബേസ്ഡ് ഓൺ ദി എനർജി ഓഫ് സബ്ഷെൽ. ഓക്കെ, 2, 4, 10, 12, 18, 20, 26. നമുക്ക് എഴുതേണ്ടത് അയണിന്റെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ ആണ്. അയണിന്റെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എഴുതണമെങ്കിൽ അതിന്റെ പ്രസീഡിങ് നോബിൾ ഗ്യാസ് ഏതാണെന്ന് അറിയണം. അയണിന് തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് ഏതാണെന്ന് നമ്മൾ അറിയണം. അയണിന് തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് അറ്റോമിക് നമ്പർ അനുസരിച്ച് ചിന്തിക്കുവാണെങ്കിൽ 2, 10, പിന്നെ 18 ആണ്. 18 കഴിഞ്ഞാൽ പിന്നെ 36 ആണ് വരുന്നത്. അത് 26 കടന്നു പോകുന്നതാണ്. അപ്പൊ തൊട്ട് മുന്നേ വരുന്ന നോബിൾ ഗ്യാസ് അറ്റോമിക് നമ്പർ 18 ആണ്. അറ്റോമിക് നമ്പർ 18 ആരാണ്? ആർഗൺ ആണ്. അറ്റോമിക് നമ്പർ 18 ആർഗൺ ആണ്. അപ്പൊ ആർഗൺ ഒന്ന് എഴുതാം.
ആർഗന്റെ അറ്റോമിക് നമ്പർ 18 അല്ലേ? നമുക്കൊന്ന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6. നോക്കിയേ, 6, 8, 14, 16, 18. ഇതാണ് ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബോർഡിലേക്ക് നോക്കിയേ, 1s2, 2s2, 2p6, 3s2, 3p6. ആണ്ടെ ഇവിടെ വരെയുള്ളത് ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് തുല്യമല്ലേ? ഇവിടെ വരെയുള്ള അയണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ വരെയുള്ള റെപ്രസെന്റേഷനായി ആരെ കൊടുക്കാം? റെസിഡിങ് നോബൽ ഗ്യാസ് ആയ ആർഗണിനെ കൊടുക്കാം. ആണല്ലോ? എങ്കിൽ നമുക്ക് അയണിന്റെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എങ്ങനെ എഴുതാം? അയണിന്റെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എഴുതാൻ അതിന്റെ പ്രസീഡിങ് നോബൽ ഗ്യാസിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. ഏതാണ്? ആർഗൺ. ബാക്കി എന്താണുള്ളത്? 4s2, 3d6. ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിന്റെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എഴുതുന്നത്. ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എഴുതാൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിന്റെ പ്രസീഡിങ് നോബൽ ഗ്യാസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കുക, അത് വെച്ച് കൺസിഡർ ചെയ്യുക, നമ്മൾ എഴുതുക. ഇതാണ് വേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, മറന്നു പോകരുത്. പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. എപ്പോഴും ഡയറക്റ്റ് ആവും ചോദ്യമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പല രീതിയിൽ നമ്മളിലേക്ക് എത്താം. ഏത് രീതിയിൽ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് പഠിക്കാനുള്ളത്. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകൾ എഴുതിയപ്പോൾ 2 എലമെന്റുകളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടില്ല. അറ്റോമിക് നമ്പർ 24 ക്രോമിയം ആൻഡ് അറ്റോമിക് നമ്പർ 29 കോപ്പർ. ഇതിനെ നമ്മൾ എഴുതാതെ വിട്ടിരുന്നു. കാരണം പൊതുവിലുള്ള രീതിയിൽ നിന്ന് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്ത് പെക്യുലാരിറ്റിയാണ്, എന്ത് സവിശേഷതയാണ്, എന്ത് പ്രത്യേകതയാണ് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത്? നമുക്കൊന്ന് നോക്കാം. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ ഞാൻ പറഞ്ഞു 24 ആണ്. ക്രോമിയത്തിന്റെ സിമ്പല് Cr എന്നാണ്. Cr അറ്റോമിക് നമ്പർ 24 ആണ്. നമുക്ക് നമ്മുടെ പൊതു രീതി വെച്ചിട്ടൊന്ന് എഴുതി നോക്കാം. സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യുന്നത് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ ആണ്. ആ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് കൃത്യമായി അറിയാം. നമുക്കൊന്ന് എഴുതി നോക്കാം. ക്രോമിയത്തിന്റെ 1s2, 2s2, 2p6, 3s2, 3p6. എനർജിയുടെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ 4sൽ കൊടുക്കണം. 4sൽ നിന്ന് എവിടെ കൊടുക്കണം? 3dയിൽ കൊടുക്കണം. ആണല്ലോ? അങ്ങനെയാണല്ലോ. 1sൽ കൊടുക്കുന്നു, 2sൽ കൊടുക്കുന്നു, 2pയിൽ കൊടുക്കുന്നു, 3sൽ കൊടുക്കുന്നു, 3pയിൽ കൊടുക്കുന്നു. 3p കഴിഞ്ഞ് നമ്മൾ എവിടെയാ കൊടുക്കേണ്ടത്? 4sലാണ് കൊടുക്കേണ്ടത്. കാരണം 4sന് 3dയേക്കാൾ എനർജി കുറവാണ്. അതുകൊണ്ട് 4sൽ കൊടുത്തിട്ട് നമ്മൾ ഇലക്ട്രോണിനെ എവിടെ കൊടുക്കൂ? 3dയിൽ കൊടുക്കൂ. ആണല്ലോ? 4s എന്ന് പറയുന്നത് എസ് സബ്ഷെല്ലില് മാക്സിമം 2 ഇലക്ട്രോണുകളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പം മാക്സിമം 2 ഇലക്ട്രോണുകളെ എസിൽ അക്കോമഡേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നതാണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്? 3dയിൽ കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ചെറിയ പ്രത്യേകത ഉള്ളത്, ഏതെങ്കിലും ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യപ്പെടുമ്പോൾ ആ സബ്ഷെൽ അവസാനിക്കുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത്, ഒരു സബ്ഷെല്ലിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടോ അതല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടോ ആണെങ്കിൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടോ അതല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടോ ആണെങ്കിൽ ആ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും, മോർ സ്റ്റേബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡി എന്ന് പറയുന്ന സബ്ഷെല്ല്
ഡി സബ്ഷെല്ലിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം 10 ആണ്, 10 ആണ്. അതായത് ഡിയിൽ 10 ഇലക്ട്രോണുകളും ഫില്ല് ചെയ്യപ്പെട്ടാൽ നമ്മൾ പറയും അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഡിയിൽ 10 ഇലക്ട്രോണുകളും ഫില്ല് ചെയ്യപ്പെട്ടാൽ നമ്മൾ പറയും അത് ഫുള്ളി ഫിൽഡ് ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. എന്നാൽ ഡിയിൽ നമ്മൾ പകുതി ഇലക്ട്രോണുകൾ നിറഞ്ഞെന്നിരിക്കട്ടെ, ഡിയിൽ പകുതി എന്ന് പറയുമ്പോൾ 5 ഇലക്ട്രോണുകൾ, 5 ഇലക്ട്രോൺസ് നിറഞ്ഞു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യപ്പെട്ടാൽ നമ്മൾ പറയും ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് എന്ന് വെച്ചാൽ പകുതി നിറഞ്ഞിരിക്കുന്നു. അതിപ്പോ ഡിയുടെ കാര്യത്തിൽ മാത്രമല്ല, അതിപ്പോ എസിന്റെ കാര്യത്തിലാണെങ്കിലും പിയുടെ കാര്യത്തിലാണെങ്കിലും എഫിന്റെ കാര്യത്തിലാണെങ്കിലും. ഇപ്പൊ എഫില് മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോണുകൾ 14 ആണ്, 14 ആണ്. അപ്പൊ എഫില് 14 ഇലക്ട്രോണുകളും ഫില്ല് ചെയ്യപ്പെട്ടാൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അല്ലെങ്കിൽ പകുതി ഇലക്ട്രോണുകൾ 7 ഇലക്ട്രോണുകളാണ് ഫില്ല് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് ഹാഫ് ഫിൽഡ് ആണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഫിൽഡോ ഹാഫ് ഫിൽഡോ ആയിട്ടുള്ള സബ്ഷെല്ലുകളിലാണ് ഇലക്ട്രോണിന്റെ ഫില്ലിംഗ് അവസാനിക്കുന്നതെങ്കിൽ അത്തരം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും. നോക്കിയേ, ക്രോമിയത്തിന്റെ കേസിൽ ക്രോമിയത്തിന്റെ അവസാന ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത് എവിടെയൊക്കെ ആയിട്ടാണ്? 4sലും 3dയിലായിട്ടാണ്. നമ്മൾ 4sൽ 2 ഇലക്ട്രോണുകളെ കൊടുത്തു എന്നിരിക്കട്ടെ, 2 ഇലക്ട്രോണുകളെ കൊടുത്തു എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 3dയിൽ ഇനി എത്ര ഇലക്ട്രോണുകൾ വേണം? 6, 8, 10, 12, 18, 20. 4 ഇലക്ട്രോണുകളാണല്ലോ വേണ്ടത്. 4 ഇലക്ട്രോണുകൾ കൊടുത്തു എന്ന് ഇരിക്കട്ടെ. 4 ഇലക്ട്രോണുകളാണ് നിറഞ്ഞിരിക്കുന്നത് അല്ലെ? ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് എന്തിന് ഫില്ലിംഗ് ആകുമായിരുന്നു? ഹാഫ് ഫിൽഡ് ആകുമായിരുന്നു. അങ്ങനെ ഹാഫ് ഫിൽഡ് ആയിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആകുമായിരുന്നല്ലോ. അപ്പൊ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. 4sൽ 1 ഇലക്ട്രോണേ നിറയുന്നുള്ളൂ. 4sൽ 1 ഇലക്ട്രോൺ നിറയുകയും അവിടെ നിറയേണ്ട 1 ഇലക്ട്രോൺ കൂടി 3dയിൽ നിറയുകയും ചെയ്യുന്നു, ഫില്ല് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അത് ഈ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, 4sൽ നിറയേണ്ട 1 ഇലക്ട്രോൺ, ഫില്ല് ചെയ്യപ്പെടേണ്ട 1 ഇലക്ട്രോൺ 3dയിൽ എങ്ങനെ ഫില്ല് ചെയ്യപ്പെടുന്നു? ഇവിടെ എനർജി ഡിഫറൻസ് ഇല്ലേ? അതിനുത്തരം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കുന്നതാണ്. 4sൽ നിറയാതെ, 4sൽ ഫില്ല് ചെയ്യപ്പെടാതെ എന്തുകൊണ്ടാണ് 1 ഇലക്ട്രോൺ 3dയിൽ ഫില്ല് ചെയ്യപ്പെട്ടത് എന്നതിൻ്റെ ഉത്തരം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ ഇനിയും കുറച്ചുകൂടെ അങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും, അതിനുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, 4sൽ നിറയേണ്ട 1 ഇലക്ട്രോണിനെ കൂടി എവിടെ നിറയുന്നു? 3dയിൽ നിറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? 4s1 3d5. ശ്രദ്ധിക്കുക, 4s1 3d5 എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s1 3d5. d5 ആണ്, ഹാഫ് ഫിൽഡ് ആണ്. കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള എന്ത് കിട്ടുന്നു? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ലഭിക്കുന്നു. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് ഈ അറേഞ്ച്മെന്റ് അവിടെ നടക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ കോപ്പറിന്റെ കാര്യത്തിലേക്ക് വരാം. കോപ്പറിന്റെ സിമ്പൽ Cu ആണ്, അറ്റോമിക് നമ്പർ 29 ആണ്. നമുക്കൊന്ന് എഴുതി വരാം. 1s2 2s2 2p6 3s2 3p6. 4sലും 3dയിലുമാണ് ഇലക്ട്രോണുകൾ നിറയേണ്ടത്. 4sൽ 2 ഇലക്ട്രോണുകളെ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 6, 8, 10, 16, 18, 20. ആകെ 29 ആണ്. 20 നിറഞ്ഞു. അപ്പൊ ബാക്കി 9. നോക്കിയേ, ഇവിടെ ഡിയിൽ 9 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യപ്പെട്ടത്. 1 ഇലക്ട്രോൺ കൂടി ഉണ്ടായിരുന്നെങ്കിൽ D10 ആകുമായിരുന്നു. അത് D10 ആണെങ്കിൽ അത് എന്തിന് ഫിൽഡ് ആണ്? ഫുള്ളി ഫിൽഡ് ആണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അത് സ്റ്റേബിൾ ആകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുകയാണ്. 4sൽ നിറയേണ്ട 1 ഇലക്ട്രോൺ, 4sൽ നിറയേണ്ട 1 ഇലക്ട്രോൺ എവിടെ നിറയുന്നു? എവിടെ ഫില്ല് ചെയ്യപ്പെടുന്നു? 3dയിൽ. അങ്ങനെയാണെങ്കിൽ 4s1 3d10 എന്നുള്ളതാണ് കോപ്പറിന്റെ യഥാർത്ഥ റിയൽ ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇങ്ങനെയാണ് 1s2 2s2 2p6
3s2 3p6 4s1 3d10. തെറ്റിപ്പോകരുത്. ഈ രണ്ട് എലമെന്റുകളുടെയും അറ്റോമിക് നമ്പറും സിമ്പലും സഹിതം ഓർത്ത് വെച്ചിരിക്കുക. പരീക്ഷയ്ക്ക് ഹിന്റ് എന്ന നിലയിൽ ചിലപ്പോൾ നമുക്ക് അറ്റോമിക് നമ്പർ തരാം, സിമ്പലുകളൊക്കെ തരാം. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുക കോപ്പർ, ക്രോമിയം സ്പെഷ്യലായിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ത് അതുകൂടി അറിഞ്ഞിരിക്കണം. അത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി അറിഞ്ഞിരിക്കുക, ആരും മറക്കരുത്. ഒരിക്കൽ കൂടി പറയാം, കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഒന്നുകൂടെ ബോർഡിലേക്ക് നിങ്ങൾ നോക്കണം നന്നായിട്ട്. 4s1 3d5ലാണ് ക്രോമിയം അവസാനിക്കുന്നത്, കോപ്പർ അവസാനിക്കുന്നത് 4s1 3d10. ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്യപ്പെടുന്നത് ഇവിടെ ഹാഫ് ഫിൽഡ് ആയിട്ടും ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ ആ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മോർ സ്റ്റേബിൾ ആണ്, കുറച്ചുകൂടി സ്റ്റേബിൾ ആണ്. അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പറും ക്രോമിയവും ഈ പെക്യുലാരിറ്റി, ഈ പ്രത്യേകത കാണിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് ഈ കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും സ്പെഷ്യൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കാം, അതിൻ്റെ റീസൺ ചോദിക്കാം. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം. മറ്റൊരു രീതിയിൽ ചോദിക്കാൻ കഴിയുന്നത്, ഇപ്പോൾ ഏതെങ്കിലും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദാണ്ടെ 3s2 3p6 എന്ന് തരുന്നു, അല്ലെ 3p3 എന്ന് തരുന്നു, 3s2 3p3 എന്ന് തരുന്നു. ഇത് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള സബ്ഷെൽ ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് പറയും ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയും. അപ്പൊ നമുക്ക് സിമ്പിൾ അല്ലേ, ഇതിന് മുന്നേ വരെ ഞാൻ എഴുതിയാൽ മതിയല്ലോ ഓർഡർ അനുസരിച്ചിട്ട്. അപ്പൊ എങ്ങനെ എഴുതുന്നേ? 1s2 2s2 2p6 3s2 3p3. അപ്പം ഫുള്ളായില്ലേ? നോക്കിയേ, 3s2 3p3 ആണ് തന്നത്. നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ അതിന്റെ മുന്നിലുള്ള ബാക്കി സബ്ഷെല്ലിലൂടെ എഴുതി ഫില്ല് ചെയ്തു. 1s2 2s2 2p6 3s2 3p3. ഇനിയും ചോദിക്കാം, ഇതിനകത്ത് എത്ര ഷെല്ലുകളുണ്ട്? നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അല്ലെങ്കിൽ ഈ എലമെന്റിൽ, ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലോ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് ചോദിക്കാം. എത്ര ഷെല്ലുകളുണ്ട്? ചോദ്യം വളരെ വ്യക്തമാണ്, എത്ര ഷെല്ലുകളുണ്ട്. തെറ്റിക്കരുത്, ഷെൽ നമ്പർ ആണ് കണ്ടി കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ നമ്പർ അങ്ങ് നോക്കിയാൽ മതി, അതാണ് അതിന്റെ അത്രയും ഷെല്ല് കാണും അതിനകത്ത്. അതിനകത്ത് ഏറ്റവും വലിയ നമ്പർ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ സയന്റിഫിക്കലി ചിന്തിക്കുമ്പോൾ ഇത് ഒന്നാമത്തെ ഷെല്ലാണ്, 2 ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലാണ്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. അപ്പോൾ എത്ര ഷെല്ലുണ്ട്? ഒന്നാമത്തെ ഷെല്ലുണ്ട്, രണ്ടാമത്തെ ഷെല്ലുണ്ട്, മൂന്നാമത്തെ ഷെല്ലുണ്ട്. അപ്പോൾ ആകെ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുകളുണ്ട്. അപ്പോൾ ആ ഷെല്ലിന്റെ ഓർഡറിൽ നമ്മൾ ചിന്തിക്കുക എത്ര ഷെല്ലുകളുണ്ട്. ഇത് ഒന്നാമത്തെ ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്, ഇത് മൂന്നാമത്തെ ഷെല്ല്. അപ്പോൾ ആകെ എത്ര ഷെല്ലുകളുണ്ട്? 3 ഷെല്ലുകളുണ്ട് എന്ന് ചിന്തിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം ഇതൊരു ചോദ്യമായി ചോദിക്കും. ഇനി മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ എത്രയാണ് എന്ന് ചോദിക്കാം. അറ്റോമിക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം ഈക്വൽ ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം വെച്ചാണല്ലോ നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാമല്ലോ. 3 5 11 13 15. 15 ഇലക്ട്രോണുകളുണ്ട്. 15 ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് വെച്ചാൽ 15 പ്രോട്ടോണുകളും ഉണ്ട്. 15 പ്രോട്ടോണുകൾ ഉണ്ടെന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ എത്ര ആയിരിക്കും? 15 ആയിരിക്കുമല്ലോ, 15 ആയിരിക്കുമല്ലോ, സംശയമില്ലല്ലോ. അപ്പൊ അവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. അറ്റോമിക് നമ്പർ ചോദിക്കാം, പ്രോട്ടോണിന്റെ എണ്ണം ചോദിക്കാം, ഇലക്ട്രോണിന്റെ എണ്ണം ചോദിക്കാം. ഇനിയും ഇതിന്റെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എഴുതാൻ ചോദിക്കാം. ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എഴുതാൻ ചോദിക്കാം. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാം എഴുതാൻ. ഷോർട്ട് ഫോം റെപ്രസെന്റേഷൻ എഴുതാൻ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിനകത്ത് ഓരോ സബ്ഷെല്ലിനെയും റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കാം.
ഓരോ സബ്ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാൽ 1s ഉണ്ട്, 2s ഉണ്ട്, 2p ഉണ്ട്, 3s ഉണ്ട്, 3p ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. ഇനി മറ്റൊരു രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾക്കൊരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരുന്നു. ഫോർ എക്സാമ്പിൾ ആണ് 1s2, 2s2, 2p7. ഇതാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിയാണോ, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്, അത് തിരുത്തി എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p7. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പി സബ്ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 7 അല്ല 6 ആണ്. പി സബ്ഷെല്ലിൽ മാക്സിമം കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 6 ആണ്. അതിൽ കൂടുതൽ കൊടുക്കാൻ കഴിയില്ല. 6 വരെ കൊടുക്കാം. നമ്മുടെ ബോർഡിൽ എഴുതിയിരിക്കുന്ന സബ്ഷെല്ലിൽ അങ്ങനെയാണോ? 7 അല്ലേ കൊടുത്തിരിക്കുന്നത്? 7 കൊടുക്കാൻ പറ്റുമോ? പി സബ്ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ കൊള്ളുമോ? ഇല്ല. അപ്പൊ എഴുതിയിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എന്തുണ്ട്? തെറ്റുണ്ട്. തെറ്റെന്ന് പറയുന്നത് പിയിൽ 7 ഇലക്ട്രോണുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. മാക്സിമം 6 എണ്ണമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനല്ലേ? അതല്ലേ ശരി? അപ്പൊ നമ്മൾ ഇതെങ്ങനെയാ തിരുത്തി എഴുതുന്നത്? തിരുത്തി എഴുതുന്നത് 1s2, 2s2, 2p6 കൊടുക്കുന്നു. പിയിൽ 6 കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ, ബാക്കി ഉണ്ടല്ലോ ഒരു ഇലക്ട്രോൺ, അത് എവിടെ കൊടുക്കുന്നു? 3s1, 3sൽ കൊടുക്കുന്നു. ഇതാണ് ശരി, ഇത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റുണ്ടോ എന്ന് മാത്രമല്ല ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് തെറ്റ് സംഭവിച്ചത്, ആ തെറ്റ് തിരുത്തുക. തെറ്റുണ്ടെങ്കിൽ, ശരിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെയും ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ചോദ്യം. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് സബ്ഷെല്ലുകളുടെ പേര് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2s, 2d, 3f, 5s. കുറച്ച് സബ്ഷെല്ലുകളാണ്. നോക്കിയേ, 2s, 2d, 3f, 5s. 4 സബ്ഷെല്ലുകൾ തന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഏതൊക്കെ സബ്ഷെല്ലുകളാണ് പോസിബിൾ അല്ലാത്തത്? ഏതെങ്കിലും സബ്ഷെല്ലുകൾ പോസിബിൾ അല്ലാത്തതുണ്ടോ? സാധ്യമല്ലാത്ത ഏതെങ്കിലും സബ്ഷെല്ല് ആ ബോർഡിൽ ഞാൻ എഴുതിയ 4 എണ്ണത്തിൽ ഉണ്ടോ? നമുക്ക് നോക്കാം. ആദ്യത്തേത് 2s ആണ്. 2s എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഷെല്ലിന്റെ എസ് സബ്ഷെല്ല്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ ഷെല്ലുകൾക്കും എസ് സബ്ഷെല്ലും ഉണ്ട്. 1-നും ഉണ്ട്, 2-നും ഉണ്ട്, 3-ക്കും ഉണ്ട്, 4-നും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. അപ്പൊ പിന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. 1s ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് 2s ഉണ്ട്. 2s പോസിബിൾ ആയിട്ടുള്ള ഒരു സബ്ഷെല്ലാണ്. അടുത്ത നോക്കി 2d. 2d രണ്ടാമത്തെ ഷെല്ലിന് ആകെ 2 സബ്ഷെല്ലുകളേ ഉള്ളൂ. ഏതൊക്കെയാ? എസും പിയും. അപ്പൊ പോസിബിൾ ആയ സബ്ഷെല്ലുകൾ ഏതൊക്കെയാ? 2-ന് 2sഉം 2pയുമാണ്. ഒരിക്കലും 2d എന്ന് പറഞ്ഞൊരു സബ്ഷെല്ല് ഇല്ല. 2-ന് രണ്ടാമത്തെ ഷെല്ലിന് d സബ്ഷെല്ല് ഇല്ല. അപ്പൊ 2d എന്തല്ല? പോസിബിൾ അല്ല. 2d പോസിബിൾ അല്ല. അവിടെ നോക്കിയേ 3f, മൂന്നാമത്തെ ഷെല്ല്. മൂന്നാമത്തെ ഷെല്ലിന് 3 സബ്ഷെല്ലുകളേ ഉള്ളൂ. ഏതൊക്കെയാ? 3s, 3p, 3d. 3f ഉണ്ടോ? ഇല്ല. മൂന്നാമത്തെ ഷെല്ലിന് 3 സബ്ഷെല്ലുകളേ ഉള്ളൂ. 3s, 3p, 3d. അതുകൊണ്ട് തന്നെ എന്തില്ല? 3f എന്ന് പറയുന്ന ഒരു സബ്ഷെല്ല് പോസിബിൾ അല്ല. അടുത്തത് ഏതാ? 5s. 5s ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എസിന് എല്ലാ ഷെല്ലുകൾക്കും എസ് സബ്ഷെല്ല് ഉണ്ട്. 1s ഉണ്ട്, 2s ഉണ്ട്, 3s ഉണ്ട്, 4s ഉണ്ട്, 5s ഉണ്ട്. എത്രത്തോളം ഷെല്ലുണ്ടോ ആ ഷെല്ലുകൾക്കെല്ലാം എസ് സബ്ഷെല്ല് ഉണ്ട്. അപ്പൊ പിന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. 5s പോസിബിൾ ആണ്, 2s പോസിബിൾ ആണ്. എന്നാൽ 2dയും 3fഉം പോസിബിൾ അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നോട്ടുകളൊക്കെ തയ്യാറാക്കി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഈ ചാപ്റ്ററിലെ പുതിയ കാര്യങ്ങളുമായി നമുക്ക്